ഇഗോസ്റ്റി മാച്ചിന്റെ കാര്യത്തിൽ നമ്മൾ ഈ ആകാശത്ത് ചന്ദ്രനെ നോക്കി താഴെ കിടന്ന് ചാവാലിപ്പട്ടി കുറയ്ക്കുന്ന ഒരു എഫക്ട് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ആളിന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗത്തു നിന്നും സർവ്വ പിന്തുണയും ലഭിക്കുന്നുണ്ട് എന്നാണ് മാർക്കസ് മാർഗുലോടെ ഇന്നലെ രാത്രി പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾ പറയുന്നത്. അപ്പം മാർക്കസ് മാർഗുലോ പറയുന്നതനുസരിച്ച് സത്യനാരായണ ഉൾപ്പെടെയുള്ള ആളുകളുടെ പൂർണ്ണ പിന്തുണ ഇഗോസ്റ്റി മാച്ച് എന്ന ഇന്ത്യൻ കോച്ചിനുണ്ട്. നമ്മുടെ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിലെ നെക്സ്റ്റ് ഫേസ് ഓഫ് മത്സരങ്ങൾ വഴി എല്ലാ പിന്തുണയുണ്ട്. ഒരു പക്ഷേ പുള്ളി അവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ സ്വയം രാജിവെച്ച് പോയേക്കും എന്നാണ് മാർക്കസ് മാർഗുലോ എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം ഇഗോസ്റ്റി മാച്ചിന് വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ കമ്മിറ്റിയിലുള്ള ആളുകളെല്ലാം എഫേർട്ട് എടുക്കുകയാണ്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഗോസ്റ്റി മാച്ചിന് ഇവിടെ സർവ്വ പിന്തുണയും ലഭിക്കുന്നുണ്ടേ. ഇതൊക്കെ എഫക്റ്റീവായിട്ട് നടന്നാൽ കൊള്ളാം. നടക്കുമെന്ന് വലിയ തോന്നലൊന്നുമില്ല. ഇനി കോവിഡിനെതിരെ പൊട്ടിയിട്ട് അണ്ണൻ രാജിവെച്ച് പോവുകയാണെങ്കിൽ പോവും എന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ജൂൺ വരെ ആളിന് കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് ആളിനെ എക്സ്പെൽ ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള മാർഗങ്ങളും ഇല്ല. അല്ലെങ്കിൽ വളരെ വലിയൊരു തുക കോമ്പൻസേഷൻ ആയിട്ട് നൽകണം. ഇഗോറിന് രാജിവെച്ച് പോകാനുള്ള ഒരു സാമാന്യ മനസ്കത തോന്നുവാണെങ്കിൽ പുള്ളി പോയേക്കും. അല്ലാത്ത പക്ഷം ഇവിടെ തന്നെ അണ്ണൻ കടിച്ചു തൂങ്ങി കിടക്കും എന്നാണ് റിപ്പോർട്ടുകളെല്ലാം വരുന്നത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സാമ്പത്തിക പ്രതിസന്ധി മൂലം പുള്ളിയെ പുറത്താക്കി കഴിഞ്ഞാൽ പുള്ളിക്ക് 6 കോടി രൂപ കൊടുക്കണം. അല്ലെങ്കിൽ കോൺട്രാക്ട് പീരീഡിലേക്കുള്ള ഓരോ മാസത്തേക്കും 25 ലക്ഷം രൂപ വെച്ച് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു വീഴ്പ്പിനെ ചുമക്കാൻ തന്നെയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തീരുമാനം എന്നാണ് മാർക്കസ് മാർഗുലോയുടെ ആർട്ടിക്കിൾ സൂചിപ്പിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്താൽ കൊള്ളാം.